ബിനേഷ് സാർ നമസ്കാരം, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് സാറിനോട് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. സാർ എന്തുകൊണ്ട് ഈ വീട് മെയിൻറ്റെയിൻ ചെയ്തപ്പോഴേക്കും ഹൈബ്രിഡിലേക്ക് സാർ ചിന്തിച്ചു? അത് ആദ്യം ഞാനൊരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൺ ഗ്രിഡ് പ്ലാന്റ് ആണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ KSEBയുടെ പവർ പോയി കഴിയുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഹൈബ്രിഡിലേക്ക് പോകണം തീരുമാനിച്ചത്. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞു നമ്മളൊരു 5 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് നമ്മുടെ എറണാകുളത്തിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ എത്ര ആളായിട്ട് അതുണ്ട്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? 3 വർഷമായി ഇപ്പോൾ അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. കുഴപ്പമില്ല, അതിനകത്ത് ഒരുപാട് നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതിനകത്ത് ഒരു എബോവ് 20 യൂണിറ്റ്സ് ആവറേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. 3 വർഷമായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ആ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഈ വീട്ടിലേക്ക് നമ്മൾ വീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വെച്ചാൽ അവിടുന്ന് ഉള്ള പവറിനെ അല്ലേ അഡീഷണൽ പവർ. പിന്നെ ഇവിടെ താമസമായപ്പോഴാണ് നമ്മളത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇവിടെ പുതിയ സിസ്റ്റം ചെയ്തത്, റൈറ്റ്? അപ്പോൾ വീലിങ്ങിൻ്റെ ഫെസിലിറ്റി എല്ലാവർക്കും ഒന്ന് അറിവിലേക്ക് പറയുവാണ്. നമുക്ക് എക്സസ് ഉള്ള പവറിനെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് നമ്മുടെ തന്നെ പേരിലുള്ള കണക്ഷൻ ആണെങ്കിൽ നമുക്ക് അതിലേക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ വീലിംഗ് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ആക്ടിവേറ്റും ചെയ്യാം, നമുക്ക് താല്പര്യമില്ലാത്തപ്പോൾ ഡിസ്കണക്റ്റും ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് സാർ സെഡ്ന എനർജിയിലേക്ക് എത്തി സോളാറിൻ്റെ ഒരു ഡിസിഷൻ സെഡ്നയിൽ ത്രൂടെ ചെയ്യണമെന്നുള്ളൂ ആലോചിച്ചത്? ഒരു 5 വർഷം മുമ്പ് തൊട്ട് ഈ സോളാർ ഇൻസ്റ്റലേഷനെ പറ്റി കുറച്ച് സ്റ്റഡി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 വർഷം മുമ്പാണ് നമ്മൾ ആക്ച്വൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അത് ഇവിടെയല്ല, വേറൊരു പ്രോജക്റ്റിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ നല്ല രീതിയിലൊരു റിസർച്ച് നടത്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ നെറ്റിൽ വഴിയും കസ്റ്റമർ ഫീഡ്ബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു നല്ല ഫീഡ്ബാക്ക് ഉള്ള കുറച്ച് കമ്പനീസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിലാണ് സെഡ്ന വന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങളൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവിടെ തൊട്ട് പിന്നെ നമ്മൾ ഇനീഷ്യൽ അതിൻ്റെ ഒരു ഡിസ്കഷൻ, പിന്നെ ഇൻസ്റ്റലേഷൻ, അതിനുശേഷം അതിൻ്റെ ഒരു കമ്മീഷനിങ്, പിന്നെ സബ്സിഡി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ വന്ന് ഒരു നല്ല രീതിയിലുള്ള സർവീസ് കിട്ടിയത് കൊണ്ടാണ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു നല്ല സർവീസിങ്ങിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പ്രോജക്റ്റിലേക്ക് ചെന്നപ്പോൾ സെഡ്നയുടെ തന്നെ ഞാൻ പിന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 2.5-3 മാസത്തിൻ്റെ അടുത്താകുന്നു. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു വളരെ ഷോർട്ട് പീരീഡാണ് ഹൈബ്രിഡിനെ പറ്റി ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് ഫേസ് ചെയ്യുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ആയിട്ട് ഞാൻ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നേരത്തെ ഇപ്പോൾ പവർ പോയി കഴിയുമ്പോൾ ഇപ്പോൾ പഴയ ഓൺ ഗ്രിഡ് സിസ്റ്റം വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് പറയാം. അതായത് പവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ KSEBയുടെ അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, പ്ലാന്റ് സ്റ്റോപ്പ് ആവും. മേജർ എക്യുപ്മെന്റ്സ് ഇപ്പോൾ നമുക്ക് മോട്ടർ പോലെയുള്ള കുറച്ച് സാധനങ്ങൾ വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്മൂത്തായിട്ട് KSEB സപ്ലൈ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്മൂത്തായിട്ട് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, KSEBയുടെ പവർ പോയാലും ഇല്ലെങ്കിലും നമ്മളുടെ വർക്ക്, നമ്മളുടെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ റിക്വയർമെന്റ്സ് വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. അതാണ് പ്രാക്ടിക്കലായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. ബാക്കിയുള്ള അഡ്വാൻറ്റേജ് പറയുന്നില്ല. ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പവർ കട്ടോ അങ്ങനെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ KSEBയുടെ ലൈൻ ഓഫ് ആവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നം. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഗേറ്റ് എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ പ്രോപ്പർ സപ്ലൈ ഉള്ള സമയത്ത് ഇപ്പോൾ ഔട്ടേജ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്പറേഷനൊക്കെ ഒരു കൺവീനിയൻസ് ഉണ്ട്. സ്മൂത്ത് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെന്റ്സും, അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് പോകാം. KSEBനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വലിയൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും സാറേ, സെഡ്ന എനർജിയിലേക്ക് സാറ് വന്നതിലും അതുപോലെ സാറ് പ്രൊഡക്റ്റ് ഹൈബ്രിഡിലേക്ക് സാറിൻ്റെ ഒരു ഡിസിഷൻ ഉണ്ടായതിനും വളരെ നന്ദി പറയുകയാണ്. പിന്നെ അതുപോലെ കൂടുതലായിട്ട് ഇനി അടുത്ത പ്രോജക്റ്റിലും സാറിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സെഡ്നയോടും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തു തന്നതിലും ഇനിയുള്ള സർവീസുകളിലും വളരെ നല്ലതായിട്ട് പോകട്ടെ എന്ന് നമ്മൾ. താങ്ക് യു സാർ.